നമസ്കാരം. ഗവൺമെൻറ് IT മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇലക്ട്രോണിക്സ് മെക്കാനിക് 2ാം വർഷ സിലബസിലെ ഇൻവെർട്ടർ എന്ന പാഠഭാഗത്തിൻ്റെ 4ാമത്തെ ക്ലാസ്സാണ് ഈ വീഡിയോയിലുള്ളത്. എൻ്റെ പേര് ജിജുമോൾ, സീനിയർ ഇൻസ്ട്രക്ടർ, ഗവൺമെൻറ് IT മലമ്പുഴ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻസ്റ്റോളേഷൻ ഓഫ് ഇൻവെർട്ടേഴ്സ് പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻവെർട്ടർ ആൻഡ് വർക്കിംഗ് ഓഫ് ദ സർക്യൂട്ട് ഓഫ് ഇൻവെർട്ടർ. ഇന്നത്തെ ക്ലാസ്സിലെ നമ്മുടെ പാഠഭാഗങ്ങൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻവെർട്ടർ, ആപ്ലിക്കേഷൻസ് ഓഫ് ഇൻവെർട്ടർ ആൻഡ് വർക്കിംഗ് ഓഫ് ദ ഇൻവെർട്ടർ സർക്യൂട്ട്. ആദ്യം ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഇൻവെർട്ടർ. ആപ്ലിക്കേഷനെ ബേസ് ചെയ്തുകൊണ്ട് ഇൻവെർട്ടേഴ്സിനെ 2 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം: ഡൊമസ്റ്റിക് ഇൻവെർട്ടേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ ഇൻവെർട്ടേഴ്സ്. അതുപോലെ കണക്ട് ചെയ്യുന്ന ലോഡിനെ ബേസ് ചെയ്തുകൊണ്ട് 2 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം: സിംഗിൾ ഫേസ് ഇൻവെർട്ടേഴ്സ് ആൻഡ് 3 ഫേസ് ഇൻവെർട്ടേഴ്സ്. അതുപോലെ സർക്യൂട്ട് അറേഞ്ച്മെൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് 2 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം: വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടേഴ്സ് ആൻഡ് കറൻറ്റ് സോഴ്സ് ഇൻവെർട്ടർ. ആൻഡ് ബേസ്ഡ് ഓൺ ഇൻപുട്ട് പവർ, ബാറ്ററി ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻപുട്ട് പവറിനെ ബേസ് ചെയ്തുകൊണ്ട് 2 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം: AC പവർ ഇൻവെർട്ടർ ആൻഡ് സോളാർ ഇൻവെർട്ടർ. ആദ്യം ആപ്ലിക്കേഷനെ ബേസ് ചെയ്തുകൊണ്ട് ഉള്ള ക്ലാസിഫിക്കേഷനിലെ ഡൊമസ്റ്റിക് ഇൻവെർട്ടർ. ഡൊമസ്റ്റിക് ഇൻവെർട്ടർ ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ഹൗസ് ഹോൾഡ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് അപ്ലയൻസസ്. നമ്മുടെ വീടുകളിലെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതാണ് ഡൊമസ്റ്റിക് ഇൻവെർട്ടർ. ഇൻഡസ്ട്രിയൽ ഇൻവെർട്ടർ. ദിസ് സിസ്റ്റം ഈസ് മെയിൻലി യൂസ്ഡ് വിത്ത് എക്സിസ്റ്റിംഗ് ബാറ്ററി പ്ലാൻ. അടുത്തത് ബേസ്ഡ് ഓൺ കണക്റ്റഡ് ലോഡ്. ഏത് തരത്തിലുള്ള ലോഡാണ് കണക്ട് ചെയ്യുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ പറഞ്ഞിരുന്നു സിംഗിൾ ഫേസ് ഇൻവെർട്ടേഴ്സ് ആൻഡ് 3 ഫേസ് ഇൻവെർട്ടേഴ്സിന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ സിംഗിൾ ഫേസ് ഇൻവെർട്ടർ ഇറ്റ് കൺവേർട്ട്സ് എ DC ഇൻപുട്ട് ഇൻ ടു സിംഗിൾ ഫേസ് AC ഔട്ട്പുട്ട്. സിംഗിൾ ഫേസ് AC ഔട്ട്പുട്ട് ആയിട്ടാണ് കൺവേർട്ട് ചെയ്ത് തരുന്നത് ഇൻവെർട്ടർ. ദീസ് ടൈപ്പ് ഓഫ് ഇൻവെർട്ടേഴ്സ് മെയിൻലി യൂസ്ഡ് ഇൻ ഡൊമസ്റ്റിക് പർപ്പസ്. വീടുകളിലെ ആവശ്യത്തിനാണ് സിംഗിൾ ഫേസ് ഇൻവെർട്ടേഴ്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ടു റൺ ലോഡ്സ് ലൈക്ക് നമ്മുടെ സാധാരണ ആവശ്യങ്ങൾക്കുള്ള ഫാന്, ലൈറ്റ് ഇത്യാദികൾക്കൊക്കെ. അടുത്തത് കണക്റ്റഡ് ലോഡിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് 3 ഫേസ് ഇൻവെർട്ടേഴ്സ് എന്ന് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് കൺവേർട്ട്സ് 3 ഫേസ് ഇൻവെർട്ടർ കൺവേർട്ട്സ് എ DC ഇൻപുട്ട് ഇൻ ടു 3 ഫേസ് AC ഔട്ട്പുട്ട്. 3 ഫേസ് AC ഔട്ട്പുട്ട് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുക. 3 ഫേസിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ദ ഫേസ് ആംഗിൾ ഡിഫറൻസ് ബിറ്റ്വീൻ 3 phases are 120 degree so as to generate 3 phase supply. 3 phase inverters are used where എവിടെ യൂസ് ചെയ്യുക? കണക്റ്റഡ് ലോഡ്സ് ആർ ഹൈ ആൻഡ് 3 phase സിസ്റ്റം ലോഡ്സ്. അടുത്തത് ബേസ്ഡ് ഓൺ സർക്യൂട്ട് അറേഞ്ച്മെൻറ്റ്. സർക്യൂട്ട് എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടേഴ്സ് ആൻഡ് കറൻറ്റ് സോഴ്സ് ഇൻവെർട്ടേഴ്സിന് ക്ലാസിഫൈ ചെയ്തിരുന്നു. അതിൽ വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടേഴ്സ്. It forms the voltage with required properties like magnitude, frequency and phase. It forms the voltage source inverter ആണ്. It is the most commonly used type of inverter. അപ്പം voltage source inverters ആണ് most commonly used type. This inverter has low internal impedance. Generally, it has a capacitor of high capacity connected across supply source to keep input voltage constant. അതുപോലെ തന്നെ ബേസ്ഡ് ഓൺ സർക്യൂട്ട് അറേഞ്ച്മെൻറ്റ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് കറൻറ്റ് സോഴ്സ് ഇൻവെർട്ടർ. എ കറൻറ്റ് സോഴ്സ് ഇൻവെർട്ടർ ഈസ് ദ സോഴ്സ് ഓഫ് കറൻറ്റ് വിത്ത് ദ റിക്വയർഡ് പ്രോപ്പർട്ടീസ് ലൈക്ക് മാഗ്നിറ്റ്യൂഡ്, ഫ്രീക്വൻസി ആൻഡ് ഫേസ്. ആസ് എ റൂൾ, കറൻറ്റ് സോഴ്സ് ഇൻവെർട്ടർ ഹാസ് an inductor connected in series with a supply source. ഇൻഡക്റ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു കറൻറ്റ് സോഴ്സ് ഇൻവെർട്ടറിൽ. വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടറിൽ നമ്മൾ പഠിച്ചു കപ്പാസിറ്റർ പാരലായിട്ട് കണക്ട് ചെയ്യുന്നതാണ് അല്ലേ. ഇവിടെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു ഇൻഡക്റ്റർ. ദാറ്റ് കീപ്സ് കറൻറ്റ് കോൺസ്റ്റൻറ്റ്. അടുത്തത് ബേസ്ഡ് ഓൺ ഇൻപുട്ട് പവർ യൂസ്ഡ് ഫോർ ബാറ്ററി ചാർജിങ്. ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന പവർ എവിടെ നിന്നാണ് ഇൻപുട്ട് ചെയ്യുന്നത് അതിനെ ആശ്രയിച്ചിട്ട് AC പവർ ഇൻവെർട്ടർ ആൻഡ് സോളാർ ഇൻവെർട്ടർ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ AC പവർ ഇൻവെർട്ടർ. ഇൻ ദിസ് കേസ് AC main supply is converted into DC supply
by using rectifier circuit and charges the battery through battery charger circuit. Solar inverter. In this case, photovoltaic cell, that is PV cell, solar energy convert solar energy into DC supply and charges battery through battery charger circuit. അടുത്തത് ആപ്ലിക്കേഷൻസ് ആണ്. ആപ്ലിക്കേഷൻസിൽ ഡൊമസ്റ്റിക് യൂസ്, ഇൻഡസ്ട്രിയൽ യൂസ്, ഓട്ടോമോട്ടീവ് ഇലക്ട്രോണിക്സ് എല്ലാത്തിലും ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. അതിൽ ഡൊമസ്റ്റിക് യൂസ് ടു പ്രൊവൈഡ് ബാക്കപ്പ് പവർ ടു ദ ഡൊമസ്റ്റിക് അപ്ലയൻസസ്, പവർ പോകുന്ന സമയം. An inverter is used to control the speed of compressor motor in a refrigerator and air conditioner. ഫ്രിഡ്ജിലും എ സിയിലും ഒക്കെ നമുക്ക് കംപ്രസർ മോട്ടറിൻ്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇൻവെർട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? സോ ആസ് ടു കണ്ടിന്യൂസ്ലി റെഗുലേറ്റ് ദ ടെമ്പറേച്ചർ. ഇൻഡസ്ട്രിയൽ യൂസ്. എ സി ഡി സി ഡ്രൈവ്സ് ഫോർ കൺട്രോളിംഗ് മോട്ടോഴ്സ്, ടർബൈൻ ആൻഡ് ബോയിലർ കൺട്രോൾ, industrial motor driven equipment, DCS distributed control system, PLC programmable logic control, and electric trains and automotive electronics. Automotive electronicsനെ കൺട്രോൾ ചെയ്യുന്നതിലെ മേജർ റോൾ പവർ ഇലക്ട്രോണിക്സിനുണ്ട്. എക്സാമ്പിൾ ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് സിസ്റ്റം. വെറൈറ്റി ഓഫ് വെഹിക്കിൾസ്, എക്സാമ്പിൾ ട്രക്ക് മുതൽ കാർ വരെ യൂസ് ചെയ്യുന്നുണ്ട്. കൂടാതെ സെൻട്രൽ ബോഡി സിസ്റ്റം, ബ്രേക്കിംഗ് സിസ്റ്റം, സീറ്റ് കൺട്രോൾ, ഇവിടെയൊക്കെ പവർ ഇലക്ട്രോണിക്സിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. അതുപോലെ HEV മെയിൻ ഇൻവെർട്ടർ, HEV എന്നാൽ ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾ. ഇതിൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് മോട്ടർ വഴി വീലിനുള്ള ടോർക്ക് കൊടുക്കുക ചെയ്യുന്നത്. ഈ മോട്ടറിലേക്ക് AC സപ്ലൈ നൽകുന്നത് മെയിൻ ഇൻവെർട്ടർ ആണ്. അത് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന DCയെ AC ആക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് working of inverter circuit. The inverter circuit of the following sections are given. നമ്മൾ ചില പർട്ടിക്കുലർ സെക്ഷൻസിൻ്റെ സർക്യൂട്ടാണ് തന്നിരിക്കുന്നത്. ഒന്ന് ബാറ്ററി ചാർജർ സെക്ഷൻ, PWM സെക്ഷൻ, ഇൻവെർട്ടർ സ്വിച്ചിങ് ബാർ ചോപ്പർ സെക്ഷൻ, സെൻസിങ് ബാർ ഫീഡ്ബാക്ക് സെക്ഷൻ. അതിൽ ബാറ്ററി ചാർജിങ് സെക്ഷൻ്റെ സർക്യൂട്ട് നോക്കുക. ഇതിൽ AC 230 വോൾട്ട് 50 ഹെർട്സ് കൊടുക്കുന്നുണ്ട്. ട്രാൻസ്ഫോമർ, അതുപോലെ സെൻട്രൽ ടാപ്പ് റെക്ടിഫയർ, ഇത്രയും കാണിച്ചിട്ടുണ്ട്. ഈ വോൾട്ടേജ് ഇവിടെ കിട്ടുന്ന കാഥോഡിൽ കിട്ടുന്ന പോസിറ്റീവ് വോൾട്ടേജ് രണ്ട് ഭാഗത്തേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് SCRൻ്റെ ആനോഡിലേക്ക്, വേറൊന്ന് IC LM317. IC LM317ലേക്ക് പോകുന്നുണ്ട്. അതിൻ്റെ ഇൻപുട്ട് പിന്നിൽ നമുക്കറിയാം റെഗുലേറ്റർ IC ആണ് അല്ലേ, LM317. അപ്പോൾ റെഗുലേറ്റർ ICയിലേക്ക് കൊടുത്തിട്ട് ആ റെഗുലേറ്റർ ICയിൽ നമ്മൾ പ്രീസെറ്റ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്ന വോൾട്ടേജ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഈ കിട്ടുന്ന വോൾട്ടേജാണ് നമ്മൾ എവിടേക്ക് കൊടുക്കുന്നത്? SCRൻ്റെ ഗേറ്റിനെ ട്രിഗർ ചെയ്യിക്കാൻ കൊടുക്കുന്നത്. അതായത് SCRൻ്റെ കൺട്രോളിങ്, കണ്ടക്ഷൻ ആംഗിൾ, ഫയറിംഗ് ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യിക്കുന്നത് നമ്മുടെ ഈ പോർട്ടും അതുപോലെ 317 സർക്യൂട്ടും ചേർന്നിട്ടാണ്. അപ്പോൾ അതാണ് റെഗുലേറ്റ് ചെയ്ത് 12 വോൾട്ടായിട്ട് നമുക്ക് കിട്ടുക. ഈ വോൾട്ടേജാണ് നമ്മൾ ബാറ്ററിയിലേക്ക് പോകുന്നത്. ഇനി നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം. ബാറ്ററി ചാർജിങ് സെക്ഷൻ. The transformer step down AC main supply into 15 volt 50 Hz AC. It is rectified and applied to battery through SCR. നമ്മൾ കണ്ടതാ, SCRലേക്ക് കൊടുക്കുന്നു. The SCR controls and regulates battery charging voltage to 12 volt. SCR ആണ് കൺട്രോൾ ചെയ്യുന്നത്. The gate triggering of SCR comes from IC LM317. Regulator IC ആണത്. The firing angle of SCR can be varied by preset, that is variable resistor. A 12 volt battery is connected to the output of charger section and battery gets
ചാർജ്ഡ്. അടുത്തത് PWM സെക്ഷനാണ്. PWM സെക്ഷൻ സർക്യൂട്ട് തന്നിട്ടുണ്ട്. PWM സെക്ഷന് IC ഉപയോഗിച്ചുള്ള സർക്യൂട്ടാണ്. IC CA3524 ആണ് ഉപയോഗിച്ചിരിക്കുന്നത് PWMന്, ദാറ്റ് ഈസ് പൾസ് വിത്ത് മോഡുലേഷൻ. പ്യുവർ സൈൻ വേവ് ഇൻവെർട്ടറിൽ PWM മോഡുലേഷനാണ് യൂസ് ചെയ്യുക. ഇനി അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം നമുക്ക്. ആദ്യം നമുക്ക് ICയുടെ പിൻ ഡയഗ്രാം ആൻഡ് ഫങ്ഷണൽ ബ്ലോക്ക് തന്നിട്ടുണ്ട്. പിൻ ഡയഗ്രാം നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ വലുതായിട്ട് കാണാം. എക്സാമ്പിൾ പിൻസ് നോക്കുമ്പം ICയുടെ 8th പിൻ ഗ്രൗണ്ട്, ഫങ്ഷണൽ ഡയഗ്രത്തിലും 8th പിൻ ഗ്രൗണ്ട് കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് 15 പിന്നിലാണ് സപ്ലൈ കൊടുക്കുന്നത്. ICക്കുള്ള V+ കൊടുക്കുന്ന പിൻ നമ്പർ 15. ഇവിടെ ഫങ്ഷണൽ ഡയഗ്രത്തിൽ 15 കാണിച്ചിട്ടുണ്ട്. നോക്കുക, ആ 15ൽ നമ്മൾ V+ കൊടുത്തു കഴിഞ്ഞാൽ അത് റെഫറൻസ് റെഗുലേറ്റർ, ഫങ്ഷണൽ ഡയഗ്രാമാണ് റൈറ്റ് സൈഡിലെ ബ്ലോക്ക്, അതിൽ റെഫറൻസ് റെഗുലേറ്റർ ഉണ്ട്. ഈ റെഫറൻസ് റെഗുലേറ്റർ 5 വോൾട്ട് നമുക്ക് റെഗുലേറ്റഡ് ഔട്ട്പുട്ട് തരുന്നുണ്ട്. അതായത് നമ്മൾ കണക്ട് ചെയ്യുന്ന സർക്യൂട്ടിൽ റെഫറൻസ് വോൾട്ടേജിൻ്റെ ആവശ്യം നമുക്ക് വരുന്ന സ്ഥലത്ത് നമ്മൾ ഈ പിൻ നമ്പർ 16 VREF V റെഫറൻസ് 16 എന്നായിരിക്കും എടുക്കുക. ആ പിൻ ഡയഗ്രത്തിൽ നോക്കാം. പിൻ ഡയഗ്രത്തിൽ റെഫറൻസ് 16th പിൻ കാണിച്ചിട്ടുണ്ട്. ഇനി 6th and 7th പിൻ നോക്കുക. 6th and 7th ടൈമിംഗ് റെസിസ്റ്റേഴ്സ് ആൻഡ് കപ്പാസിറ്റേഴ്സ് ആണ് കണക്ട് ചെയ്യുന്നത്. അതായത് അത് എന്തിനോട് ബന്ധപ്പെട്ടായിരിക്കും? ടൈമിംഗ് റെസിസ്റ്ററും കപ്പാസിറ്ററും ഫ്രീക്വൻസിയോട് ബന്ധപ്പെട്ട്. അതായത് നമ്മുടെ ഫങ്ഷണൽ ബ്ലോക്കിലേക്ക് നോക്കുമ്പോൾ കാണാം 6th and 7th RT/CT കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ ഓസിലേറ്റർ പാത്തിലേക്കാണ് പോവുക. അതായത് നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ടുന്ന ട്രിഗർ പൾസസിൻ്റെ ഫ്രീക്വൻസിനെ തീരുമാനിക്കുന്ന എക്സ്റ്റേണൽ കോമ്പണൻസ് ആണ് RT/CT. അത് നമുക്ക് വെളിയിൽ നിന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇനി അതിൻ്റെ ഔട്ട്പുട്ടിൽ പൾസ് കാണിച്ചിട്ടുണ്ട്. ഈ പൾസ് ഏതുമായിട്ട് കമ്പയർ ചെയ്യുന്നത്? ഒരു എറർ ആംപ്ലിഫയറിൽ നിന്ന് വരുന്ന സിഗ്നലായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. അതായത് അതേതാണ്? പിൻ നമ്പർ 1 and 2. ഇവിടെ നമ്മൾ പിൻ ഔട്ടിൽ പോകാം. ഇൻവെർട്ടർ ഇൻപുട്ട് 1 ആൻഡ് നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് 2 രണ്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻവേർട്ടിംഗ് ഇൻപുട്ടായ 1ൽ ആണ് നമ്മൾ ഏത് കൊടുക്കുക? ഫീഡ്ബാക്ക് സിഗ്നൽ കൊടുക്കുക. അപ്പോൾ അവിടെ നമ്മൾ 1ൽ ഫീഡ്ബാക്ക് സിഗ്നലും കൊടുക്കും. 2ൽ നമ്മൾ റെഫറൻസ് കമ്പയർ ചെയ്യാൻ റെഫറൻസ് വേണമല്ലോ. 16th പിന്നിലെ റെഫറൻസിനെ എടുത്തായിരിക്കും നമ്മൾ നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ടായ പിൻ നമ്പർ 2ലേക്ക് കൊടുക്കുക. അപ്പോൾ 1ലും 2ലും 1ൽ കൊടുക്കുന്ന ഫീഡ്ബാക്കും 2ൽ കൊടുക്കുന്ന റെഫറൻസ് വോൾട്ടേജും തമ്മിൽ കമ്പയർ ചെയ്ത് അതിൻ്റെ എറർ പ്രൊഡ്യൂസ് ചെയ്ത് അത് നമ്മളുടെ ഓസിലേറ്ററിൽ നിന്ന് വരുന്ന സിഗ്നലും കൂടി കമ്പയർ ചെയ്തിട്ടാണ് നമുക്ക് ഡ്രൈവ് ചെയ്യിച്ചാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുക. ഔട്ട്പുട്ട് പിൻസ് പിൻ ഔട്ടിൽ നോക്കാം. എമിറ്റർ ഔട്ട്പുട്ട്സ് 11 and 14, എമിറ്റർ A ആൻഡ് എമിറ്റർ B. കളക്ടർ ഔട്ട്പുട്ട്സ് 12 and 30. നമ്മൾ എമിറ്റർ ഔട്ട്പുട്ട്സ് ആണ് എടുക്കുന്നത്. അഞ്ഞ് ഫങ്ഷനിലേക്ക് തിരിച്ചു വരാം. എമിറ്റർ ഔട്ട്പുട്ട്സ് നമുക്ക് 11 and 14 നമുക്ക് എമിറ്റർ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് തിരിച്ച് അടുത്ത നമ്മളുടെ സർക്യൂട്ടിലേക്ക് തിരിച്ചു വരാം. PWM സെക്ഷൻ്റെ സർക്യൂട്ട്. ഇപ്പോൾ നമ്മൾ ICയുടെ പിൻ അത്യാവശ്യം മനസ്സിലാക്കി. അതുപോലെ പിന്നോട്ട് കൂടാതെ ഫങ്ഷണൽ ഡയഗ്രാം കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടുന്ന ഭാഗങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് സർക്യൂട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. IC CA3524 is used for pulse width modulation. It generates trigger pulse at pin number 11 and 14. 11 and 14 emitter outputs നമ്മൾ കണ്ടതാണ്. It is applied to switching section. PWM പൾസസിനെ നമ്മൾ സ്വിച്ചിങ് സെക്ഷനിലേക്കാണ് അപ്ലൈ ചെയ്യുക. The trigger pulse is based on the feedback obtained at pin 1. നമ്മൾ പറഞ്ഞിരുന്നു ഫീഡ്ബാക്ക് പിൻ നമ്പർ 1ലാണ് കൊടുക്കുക. ഈ 1ൽ കൊടുക്കുന്ന ഫീഡ്ബാക്കും പിൻ നമ്പർ 2ലേക്ക് നമ്മൾ റെഫറൻസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തമ്മിൽ കമ്പയർ ചെയ്ത് ഓസിലേറ്റർ സെക്ഷൻ്റെ ഔട്ട്പുട്ടും എല്ലാം കൂടെ കമ്പാരിസൺ ചെയ്തിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. അപ്പോൾ ഈ ട്രിഗർ പൾസ് ഈസ് ബേസ്ഡ് ഓൺ ഫീഡ്ബാക്ക്. ബേസ്ഡ് ഓൺ സ്വിച്ചിങ് ടോപ്പോളജി. അടുത്ത സ്വിച്ചിങ് സെക്ഷനാണ്. ബേസ്ഡ് ഓൺ സ്വിച്ചിങ് ടോപ്പോളജി
inverter circuits are two types. പുഷ് ഇൻവെർട്ടർ ആൻഡ് എച്ച് ബ്രിഡ്ജ് ഇൻവെർട്ടർ. അപ്പോൾ നമ്മൾ സ്വിച്ചിങ് സെക്ഷനിൽ എത്തുമ്പോൾ സ്വിച്ചിങ്ങിനെ പറ്റി കുറച്ച് ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കുക. അതായത് മെയിൻലി സ്വിച്ചിങ് ടോപ്പോളജി അനുസരിച്ച് രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്: പുഷ് പുൾ ഇൻവെർട്ടർ സർക്യൂട്ട് ആൻഡ് എച്ച് ബ്രിഡ്ജ് ഇൻവെർട്ടർ സർക്യൂട്ട്. അതിൽ പുഷ് പുൾ ഇൻവെർട്ടർ സർക്യൂട്ട് ഹാസ് 2 സെറ്റ്സ് ഓഫ് സ്വിച്ചിങ് എലമെൻറ്റ്. അപ്പോൾ 2 സെറ്റ് ഓഫ് സ്വിച്ചിങ് എലമെൻറ്റ്സ് ആയിരിക്കും പുഷ് പുള്ളിനുണ്ടാവുക. അത് പുഷ് ചെയ്യാനും പുള്ള് ചെയ്യാനും എന്നുള്ള അർത്ഥത്തിൽ, അതായത് അതിൻ്റെ ഡീറ്റെയിലേക്ക് വരുന്നു. In push-pull inverter, 2 amps are switched on alternatively. മാറി ഓരോ ആംപ് ഓൺ ആവും. That means when one set of switching devices are on condition, the other will be off. അതുപോലെ തിരിച്ചു. ഇനി H-bridge inverter topology. In this, 4 switching elements are used. 4 എണ്ണം ഉണ്ടാവും. ബ്രിഡ്ജ് അല്ലേ. 2 switches are worked in pair. 2 എണ്ണം പെയർ ആയിട്ടാണ് വർക്ക് ചെയ്യുക. എക്സാമ്പിൾ S1 ആൻഡ് S4 ഇൻ എ പെയർ ആൻഡ് S2 ആൻഡ് S3 ഇൻ വേറൊരു പെയറാണെന്ന് കണക്കാക്കുക. അപ്പോൾ S1 ആൻഡ് S4 ഓൺ ആകുമ്പം S2 ആൻഡ് S3 ഓഫ് ആയിരിക്കും. അപ്പോൾ ആ സമയം ദ കറൻറ്റ് ഫ്ലോ ത്രൂ പ്രൈമറി ഓഫ് ട്രാൻസ്ഫോമർ ഇൻ വൺ ഡയറക്ഷൻ. ഒരു ഡയറക്ഷനിലായിരിക്കും ഫ്ലോ ചെയ്യുക. ഏത്? S1 ആൻഡ് S4 ഓൺ ആയിരിക്കുമ്പോൾ. അതുപോലെ S2 ആൻഡ് S3 ഓൺ ആയിരിക്കുമ്പം കറൻറ്റ് ഫ്ലോസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ബ്രിഡ്ജ് ഇൻവെർട്ടർ ഈസ് ദർ നോ സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോർമർ ഇസ് റിക്വയർഡ്. ബ്രിഡ്ജ് ഇൻവെർട്ടറിന് സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോർമർ അത്യാവശ്യമില്ല. അതുകൊണ്ട് തന്നെ കോസ്റ്റ് സേവിങ് ക്യാൻ ബി അച്ചീവ്ഡ്. അടുത്തത് പുഷ് പുൾ സ്വിച്ചിങ് സെക്ഷൻ. നമ്മൾ യൂസ് ചെയ്യുന്നത് പുഷ് പുൾ ഇൻവെർട്ടറാണ്. അതായത് 2 സെറ്റ് ഓഫ് സ്വിച്ചിങ് എലമെൻറ്റ്സ് വെച്ചിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അതിൽ ഒരു സെറ്റ് ഓൺ ആയിരിക്കുമ്പോൾ ഒരു സെറ്റ് ഓഫ് ആയിരിക്കും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിൽ സർക്യൂട്ട് കുറച്ചുകൂടെ വലുതായിട്ട് കാണിച്ചു തരാം. എക്സാമ്പിൾ Q1ലേക്ക് PWM പൾസസ് കൊടുക്കുന്നു. അതുപോലെ Q2ലേക്കും PWM പൾസസ് കൊടുക്കുന്നു. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും ഔട്ട്പുട്ട് നമ്മളെങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത്? ട്രാൻസ്ഫോമറിൻ്റെ 2 എൻഡിലായിട്ടാണ്. പ്രൈമറിയുടെ 2 എൻഡിൽ വൈൻഡിങ്ങിലേക്കാണ് കൊടുക്കുന്നത്. സെൻറ്ററിലെ വൈൻഡിങ്ങിൽ DC ബയാസ് വോൾട്ടേജ് 12 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. സർക്യൂട്ട് ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? ഇനി ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അവിടെ ഒരു കപ്പാസിറ്ററും റെസിസ്റ്ററും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് സർക്യൂട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. Switching section. DC bias voltage for MOSFET are obtained from battery through center tap of transformer. നമ്മൾ കണ്ടു 12 വോൾട്ട് സെൻറ്റർ ടാപ്പിലേക്ക് കൊടുക്കുന്നത് ട്രാൻസ്ഫോമറിൻ്റെ. The MOSFETs are switched alternatively. മാറിയാണ് സ്വിച്ച് ചെയ്യുക by the trigger pulses from PWM IC. അത് ഒന്ന് ഓഫ് ആവുമ്പോൾ ഒന്ന് ഓൺ ആയിരിക്കും, തിരിച്ചും. When each devices turns on alternatively, the current through low voltage winding of transformer will also change its direction. അതായത് ഇപ്പോൾ സ്വിച്ച് 1 ഓൺ ആയിരിക്കുന്ന സമയത്ത് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയുടെ അപ്പർ വൈൻഡിങ്ങിലൂടെയാണ് കറൻറ്റ് ഫ്ലോ ചെയ്യുന്നത്. അതേസമയം താഴത്തത്, അതായത് സ്വിച്ച് 2 ഓൺ ആയിരിക്കുന്ന സമയം ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയുടെ ലോവർ വൈൻഡിങ്ങിലൂടെ ആയിരിക്കും കറൻറ്റ് ഫ്ലോ ചെയ്യുക. അതനുസരിച്ച് നമുക്ക് ഔട്ട്പുട്ടിൽ സെക്കൻഡറി വോൾട്ടേജിൽ കിട്ടുമ്പോൾ ഡയറക്ഷൻ ചേഞ്ച് ആവും. ദാറ്റ് ഈസ് വി ആർ ഒബ്റ്റൈനിങ് AC ഇൻ സെക്കൻഡറി. Since a changing current is passed through primary winding of a transformer, ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി വൈൻഡിങ്ങിലൂടെ ചേഞ്ചിങ് കറൻറ്റ് പാസ് ചെയ്യുന്നത് കൊണ്ട് an AC voltage is induced in the secondary corresponds to its turns ratio. ടേൺസ് റേഷ്യോ അനുസരിച്ച് സെക്കൻഡറിയിൽ AC ഇൻഡ്യൂസ് ചെയ്യുന്നു. ഇനി
AC output voltage is controlled by duty cycle of switching MOSFET. PWM pulses പറഞ്ഞു നമ്മൾ ഡ്യൂട്ടി സൈക്കിളിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ PWM സെക്ഷനിൽ നിന്ന് സ്വിച്ചിങ് സെക്ഷനെ ഡ്രൈവ് ചെയ്യിക്കുന്നത്. ഇഫ് ദ കണക്റ്റഡ് ലോഡ് ഓഫ് ഇൻവെർട്ടർ ഡ്രോസ് ലെസ് കറണ്ട്, ഇനി ഇൻവെർട്ടറിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്ന ലോഡ് കുറച്ച് കറൻറ്റ് ഡ്രോ ചെയ്യുന്ന കണ്ടീഷനാണെങ്കിൽ PWM IC ജനറേറ്റ്സ് ട്രിഗർ പൾസസ് വിത്ത് റെഡ്യൂസ്ഡ് ഡ്യൂട്ടി സൈക്കിൾ. എങ്ങനെയാണ് കൺട്രോളിങ് കിട്ടുന്നത്? കണക്ട് ചെയ്യുന്ന ലോഡ്, ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്യുന്ന ലോഡ് കുറച്ച് കറൻറ്റ് മാത്രമേ ഡ്രോ ചെയ്യുന്നുള്ളൂ എങ്കിൽ PWM IC ജനറേറ്റ് ചെയ്യുന്ന ട്രിഗർ പൾസസിന് ഡ്യൂട്ടി സൈക്കിൾ കുറവായിരിക്കും, അതായത് ഓൺ പീരിയഡ് കുറവായിരിക്കും. ആൻഡ് ദസ് ഔട്ട്പുട്ട് ഈസ് ഡിക്രീസ്ഡ്. തിരിച്ചും in this manner the output voltage of the inverter is sensed, output voltage നെ സെൻസ് ചെയ്യുന്നു, and duty cycle is modified എന്തിനാണ്? to produce the steady and regulated output voltage. അടുത്തത് സെൻസിങ് ആൻഡ് ഫീഡ്ബാക്ക് സെക്ഷൻ. സർക്യൂട്ട് ഡയഗ്രാം നോക്കുക. നമ്മൾ ട്രാൻസ്ഫോമറിലേക്ക് കൊടുക്കുകയാണ്. ഇൻവെർട്ടർ ഫീഡ്ബാക്ക് ഫ്രം ഇൻവെർട്ടർ ട്രാൻസ്ഫോമർ സെക്കൻഡറി. അതിൻ്റെ സെക്കൻഡറിയിൽ നമ്മൾ ആ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിൽ ഒരു റെക്ടിഫയറാണ്, ബ്രിഡ്ജ് റെക്ടിഫയറാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം കപ്പാസിറ്റർ ഉണ്ട്, അതുപോലെ പോട്ട് മീറ്റർ ഉണ്ട്. ഔട്ട്പുട്ട് സെൻസ്ഡ് DC വോൾട്ടേജ് ടു PWM സെക്ഷൻ. അപ്പോൾ ഒരു DC നമ്മൾ ഔട്ട്പുട്ടിനെ ആനുപാതികമായിട്ടുള്ള DC നമ്മൾ PWM സെക്ഷനിലേക്ക് കൊടുക്കുകയാണ്. അതാണ് നമ്മുടെ ഫീഡ്ബാക്ക് സിഗ്നൽ. നെക്സ്റ്റ്, പോർഷൻ ഓഫ് AC ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഫെഡ് ടു സെൻസിങ് സെക്ഷൻ. സെൻസിങ് സെക്ഷനിലേക്ക് ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഒരു പോർഷൻ എടുത്ത് കൊടുക്കുന്നു. ദിസ് AC വോൾട്ടേജ് ഈസ് റെക്ടിഫൈഡ് ഇൻ ടു DC. നമ്മൾ കണ്ടു, ബ്രിഡ്ജ് റെക്ടിഫയർ വെച്ചാണ് റെക്ടിഫിക്കേഷൻ നടക്കുന്നത്. ദിസ് ഫീഡ്ബാക്ക് വോൾട്ടേജ് ഈസ് സെൻഡ് ടു PWM IC ആസ് സെൻസിങ് വോൾട്ടേജ്. ഈ ഫീഡ്ബാക്ക് വോൾട്ടേജ് ആണ് നമ്മൾ PWM ICയിലേക്ക് കൊടുക്കുന്നത്. ഫീഡ്ബാക്ക് വോൾട്ടേജ് PWM ICയുടെ പിൻ നമ്പർ 1ലേക്ക് കൊടുക്കുന്നു. നമ്മൾ കണ്ടതാണ് അതൊക്കെ. ഇറ്റ് ഈസ് കമ്പയർഡ് വിത്ത് റെഫറൻസ് വോൾട്ടേജ് ഇൻ ഓർഡർ ടു കൺട്രോൾ ഡ്യൂട്ടി സൈക്കിൾ. റെഫറൻസ് വോൾട്ടേജ് പിൻ നമ്പർ 2ൽ കൊടുത്ത് ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഡ്യൂട്ടി സൈക്കിളിനെ കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ഇനി സമ്മറൈസ് ചെയ്യാം. ആദ്യം തന്നെ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ ആപ്ലിക്കേഷനെ ബേസ് ചെയ്തിട്ട് ഇൻവെർട്ടേഴ്സിനെ ഡൊമസ്റ്റിക് ഇൻവെർട്ടേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ ഇൻവെർട്ടേഴ്സിനെ ക്ലാസിഫൈ ചെയ്തു. അതുപോലെ കണക്റ്റഡ് ലോഡിനെ ബേസ് ചെയ്തിട്ട് സിംഗിൾ ഫേസ് ഇൻവെർട്ടേഴ്സ് ആൻഡ് 3 ഫേസ് ഇൻവെർട്ടേഴ്സിനെ ക്ലാസിഫൈ ചെയ്തു. സർക്യൂട്ട് അറേഞ്ച്മെൻറ്റ് അനുസരിച്ചിട്ട് വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടേഴ്സ് ആൻഡ് കറൻറ്റ് സോഴ്സ് ഇൻവെർട്ടേഴ്സിനെ ക്ലാസിഫൈ ചെയ്തു. ഇൻപുട്ട് പവർ യൂസ്ഡ് ഫോർ ബാറ്ററി ചാർജിങ്. ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ് ഇൻപുട്ട് പവർ നമ്മൾ കൊടുക്കുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ട് AC പവർ ഇൻവെർട്ടേഴ്സ് എന്നും സോളാർ ഇൻവെർട്ടേഴ്സ് എന്നും ക്ലാസിഫൈ ചെയ്തു. അടുത്തത് നമ്മൾ ആപ്ലിക്കേഷൻസ് ആണ് പഠിച്ചത്. ഡൊമസ്റ്റിക് യൂസ്, അതുപോലെ ഇൻഡസ്ട്രിയൽ യൂസ്, ഓട്ടോമോട്ടീവ് ഇലക്ട്രോണിക്സ് യൂസ്. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് സർക്യൂട്ടിൻ്റെ വർക്കിംഗ് ആയിരുന്നു. അതിൽ ബാറ്ററി ചാർജിങ് സെക്ഷൻ്റെ സർക്യൂട്ട് കണ്ടു. അതുപോലെ PWM സെക്ഷൻ സർക്യൂട്ട് നമ്മൾ പഠിച്ചു. അതുപോലെ ഇൻവെർട്ടറിൻ്റെ സ്വിച്ചിങ് ബാർ ചോപ്പിംഗ് സെക്ഷൻ പഠിച്ചു. പിന്നീട് സെൻസിങ് ബാർ ഫീഡ്ബാക്ക് സെക്ഷൻ പഠിച്ചു. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇൻവെർട്ടർ എന്ന ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പുതിയ പോർഷനുമായി ഈ യൂട്യൂബ് ചാനലിൽ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.